ഹായ് ഫ്രണ്ട്സ്, 1 മില്യൺ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സ്ട്രെയിറ്റ് പാൻറ്റിന് റെഡിമെയ്ഡ് സ്റ്റൈൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് പാൻറ്റിന് കട്ട് ചെയ്യുന്ന വീഡിയോ അതുപോലെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നാൽ ഈ കട്ടിങ്ങിൻ്റെ ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസ് ഓൾറെഡി പോക്കറ്റ് തയ്ക്കുമ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്രോച്ച് ഏരിയയും അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ ബാൻഡും മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബാക്ക് പീസിൻ്റെ ക്രോച്ച് ഏരിയ അതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് പീസ് മടക്കി തയ്ക്കാനായിട്ട് 2.25 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. അല്ല, അരയിഞ്ച് മടക്കി തയ്ച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 1.25 ഇഞ്ചിന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഫോൾഡ് ചെയ്ത് തയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാൻറ്റിന് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഈ ഒരു മോഡലാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുന്ന എങ്ങനെ നോക്കാം. അതിനായിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ ഒരുമിച്ച് വെക്കാം. അതിന് മുമ്പായിട്ട് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് ബാക്ക് പീസാണ്, ഇത് ഫ്രണ്ട് പീസാണ്. കണ്ടില്ലേ, ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്. ബാക്ക് പീസിൻ്റെ മുകളിലോട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് തയ്യൽ തുമ്പിന് 3 ഇഞ്ചാണ് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇവിടെ നോച്ച് കൊടുത്തിട്ടുണ്ട്, 2 ഭാഗത്ത് നോച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ടും ഒരുമിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഓപ്പണായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഈ മാർക്കിൽ നിന്നാണ്. ഈ മാർക്കിൽ നിന്നും മുകളിലോട്ട് 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഞാൻ 1.5 ഇഞ്ച് വീതിയിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് വരുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നുകിൽ താഴെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ചെയ്യാറുള്ളത് താഴെ നിന്ന് മുകളിലോട്ടാണ്. അതാണ് നമുക്ക് കൂടുതൽ കംഫർട്ടായി തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓപ്പണായിട്ട് 1.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു കെട്ട് കൊടുക്കണം, എന്നാലേ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇളകി വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതും ആവാൻ പാടില്ല, ഒരുമിച്ച് തന്നെ വേണേ. 1/2 ഇഞ്ച് വിട്ട് നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ. 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് പേർ അന്വേഷിക്കുന്നുണ്ട്, കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്നെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഒരുപാട് വർക്ക് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. ചില കസ്റ്റമർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്, ചിലവരങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ തയ്ക്കുമ്പം ഈ പോക്കറ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിലേക്കും സ്റ്റിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ ഇല്ലാതായിപ്പോവും, പോക്കറ്റിൻ്റെ ഓപ്പൺ ഇല്ലാതായിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എലാസ്റ്റിക് കവർ ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. എലാസ്റ്റിക് വയ്ക്കുന്ന സമയത്താണ് ഇതുപോലെ മടക്കി തയ്ക്കേണ്ടത്. ഇപ്പം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ച് കൊടുത്താൽ പോരാ, 2 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇവിടെ കെട്ടിട്ട് നിർത്തണേ. കണ്ടില്ലേ, ഇവിടെ ഈക്വലായി വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പാൻറ് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം. ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് 1/2 ഇഞ്ച് മടക്കി തയ്ക്കാം. 1/2 ഇഞ്ച് ഇതുപോലെ മടക്കാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ഇവിടെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ ഇത് മടക്കിയിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒപ്പത്തിനൊപ്പം പിടിക്കാം.
ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഏകദേശം 1 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യാൻ നമ്മൾ ഈ പോർഷനിൽ നിന്ന് ഇതുപോലെ ചെരിച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 1 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് ഇവിടെ നിന്ന് താഴേക്ക് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടത്തേക്കാണ്. എന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ കെട്ട് കൊടുക്കണേ. ആദ്യം നിങ്ങൾക്കിപ്പോൾ കാണുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 പീസും ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം. ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇവിടെ ഓൾസാ വരുന്നല്ലേ, കണ്ടില്ലേ? ഇതുപോലെ ഓൾസ് വരും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് എന്താ ഇങ്ങനെ വന്നിട്ടില്ലെന്ന്. ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് ഈ 2 വശം ഒരുമിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് അരേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ നേരത്തെ കെട്ടിട്ട് നിർത്തിയതിന് കുറച്ച് മുമ്പിലായി വേണം നിർത്താനായിട്ട്. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് കൂടും. അങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കിയിരുന്നാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ? നമ്മൾ കെട്ടിട്ട് നിർത്തിയ ഈ പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് മുമ്പിലായി വേണം നിർത്താനായിട്ട്. നമുക്ക് ഇതിന് ഒരു സ്റ്റിച്ച് പോരാ, ഒരു സ്റ്റിച്ചും കൂടി വേണം. ഇതുപോലെ ആക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സ്, തയ്യൽ അറിയാവുന്ന ഫ്രണ്ട്സ് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ കേട്ടോ. കണ്ടില്ലേ? ഈ ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ ഭാഗവും ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അരേഞ്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് അരേഞ്ച് വിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ കെട്ടിട്ട് നിർത്തിയ ഈ പോയിന്റിൽ നിന്നും ഒരു പോയിന്റ് മുമ്പിലായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കാം. ഇതും അതുപോലെ ആക്കാം. എന്നിട്ട് ഈ പോയിൻ്റ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു പേനയോ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഷാർപ്പായി കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. എന്നാലേ നല്ല നീറ്റായിട്ട് വരൂ. ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബിഗിനേഴ്സ് ആകുമ്പോൾ അയൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസിന് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് വേണ്ടേ. അതിനുശേഷം ക്രോച്ച് ചെയ്യേണ്ട ഈ സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് അരേഞ്ചാണ് വിട്ട് മാർക്കറ്റിൽ അരേഞ്ച് വിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ച് കഴിയുമ്പം ലൂസാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് എലാസ്റ്റിക് എങ്ങനെ എടുക്കേണ്ടത്, അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഈ എലാസ്റ്റിക്കിൻ്റെ വീതി 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ച് എലാസ്റ്റിക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത് ബാക്ക് പീസിൻ്റെ ഒരു ഭാഗത്തെ അളവ്, ക്രോച്ച് ഏരിയയിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്കുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ തയ്ക്കുന്ന സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഈ എലാസ്റ്റിക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരേഞ്ച് വിട്ട് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എലാസ്റ്റിക്കിന് 2 സ്റ്റിച്ചൊന്നും പോരാ, ഒരു 3-4 സ്റ്റിച്ച്
ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം, എന്നാലേ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഈ ഭാഗവും ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഈ എലാസ്റ്റിക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അറേഞ്ച് ചെയ്തിൽ ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആക്കി കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കാം. നമ്മൾ നേരത്തെ എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെൻറ്ററും നമ്മളെ ബാക്ക് പീസിൻ്റെ ക്രോച്ച് ചെയ്യേണ്ട ഈ സെൻറ്റർ, സ്റ്റിച്ച് പോയ ഈ സെൻറ്ററും ഇതുപോലെ ഒരുമിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് അരേഞ്ച് ഇവിടെ തയ്ച്ചിട്ടുണ്ട്, ബാക്കിയുള്ള മാർക്കിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുവരെ നമുക്കിതുപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററും ബാക്ക് പീസിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തുണി അധികം പോവാതെ കറക്റ്റ് ഈക്വലായി കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. കണ്ടില്ലേ, രണ്ട് ഭാഗത്തും ഈക്വലായിട്ടുള്ള തുണിയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ എലാസ്റ്റിക്കിൻ്റെ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഒന്നും പണിയില്ല, നമുക്കിവിടെ ഇതുപോലെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിക്കാം, സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് തയ്ക്കാൻ ബാക്കിയുള്ളത് ഈ ക്രോച്ചേൻ്റെ ഈ പോർഷനാണ്. ഇവിടെ അരേഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ അരേഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നില്ല, അരേഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളിത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഈ ക്രോച്ചേൻ്റെ ഈ പോർഷനെല്ലാം കറക്റ്റ് ഈക്വലായി വെച്ച് കൊടുക്കണേ. അത് നമ്മുടെ കട്ടിങ് ശരിയായാൽ ഇത് കറക്റ്റായിട്ട് വരും, കട്ടിങ് ശരിയായില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് പോക്കറ്റും വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നേരാക്കി കൊടുക്കാം. ഇത് വലത് ഭാഗത്തെ പോക്കറ്റ്, ഇത് ഇടത് ഭാഗത്തെ പോക്കറ്റ്. രണ്ട് ഭാഗത്തുള്ള സൈഡ് ഓപ്പണും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. ഇതുപോലെയാണ് റെഡിമെയ്ഡ് പാൻറ്റിനൊക്കെ ഓപ്പൺ വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബായ്.